ജീവിതം ഇത് തുടച്ചു തീരും. എന്താണ് തുടച്ച് ഇല്ലാതാക്കൂ? എവിടെയായിരുന്നു ഇത്ര നേരം? PTA മീറ്റിങ്ങിന് പോയതല്ലേ? അവിടെ എത്തിയപ്പോ ഓന്റെ ടീച്ചറൊക്കെ ചോദിച്ചു നിങ്ങളെവിടെ, കുട്ടീനെ അവിടെ ചേർക്കാൻ വന്നപ്പോ വന്നാണ്, പിന്നെ വന്നിട്ടില്ലാന്ന്. ഈ ഒരു കാര്യം ചെയ്യും, ആ ടൈലർ ഷോപ്പിലേക്ക് ടീച്ചറിനോട് വന്നിരിക്കാൻ പറയും, ഞാൻ അവിടെ സ്കൂളിൽ പോയിരിക്കാം. വേണമെന്ന് വെച്ച അതിനൊക്കെ നേരെ കണ്ടുപിടിക്ക. വേറെ സംഭവം ഉണ്ട്, നോക്ക്. എന്താ പെരുന്നാളാ? അതല്ല, ഇന്റെ മാമാന്റെ മോനില്ലേ ഒരു ഇക്ബാലി, ഇന്റെ മാമാന്റെ മോൻ. എന്താണ് മൂപ്പരെ PTA പ്രസിഡന്റ് ആക്കി. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടല്ല, നിങ്ങളിത് അങ്ങോട്ട് നോക്ക്. എന്താണ് പറയ്? സ്കൂളിലുണ്ടല്ലോ എല്ലാ ടീച്ചർമാർക്കും എല്ലാ കാര്യത്തിനും ഇക്ബാല് വേണോ? അങ്ങനെയൊക്കെയാണെന്നിപ്പോ നോക്കങ്ങട്ട്. അവിടെ ഒരു ആനിവേഴ്സറി വന്നാല് തോരണൊക്കെ അവിടെ കെട്ടണോ, ആരൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കണോ, ഓരിക്കെന്ത് കൊടുക്കണോ, ചായ കൊടുക്കണോ, വെള്ളം കൊടുക്കണോ, അതല്ലാന്ന് അത്രക്ക് നേതൃത്വ പാഠമാണ്. ആണിക്ക ഒന്നാമത്തെ കാര്യം, മൂപ്പര് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പ്രസംഗം, പാട്ട്, പിന്നെന്താണ് കവിത എഴുത്ത്, ഇതിനൊക്കെ ഫസ്റ്റ് ആർന്ന്. സ്കൂളിൽ വന്നിക്കണോ അല്ല, മൂപ്പര് വലിയ ബിസിനസ്സുകാരനാ. നിങ്ങക്ക് അറിയാഞ്ഞിട്ടാണ്, നിങ്ങളെ പോലെ ഇല്ല. ശരിക്കുണ്ടല്ലോ മൂപ്പരൊരു മമ്മൂട്ടിയാ. ആണ്, കണ്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ മുടിയൊക്കെ നല്ല പടച്ചീവി, നല്ല ഷർട്ടും ഉണ്ട്, അതൊക്കെ നോക്കി കട്ടി. അത് മതി, തേച്ച് നല്ല വടിയായിട്ട് ഇങ്ങനെ നടക്കൂ. പിന്നെന്താണ് എല്ലാരോടും ഉള്ള പെരുമാറ്റം. നിങ്ങളെ ദേശീയ പെരുമാറ്റം കിടന്ന് വിൽക്കില്ലേ അമ്മാരൊന്നല്ല. ഇനിയിപ്പൊ അഥവാ എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പുറത്ത് കാണിക്കില്ല. എല്ലാരോടും ചിരിച്ച് നല്ല രീതിയിലാണ് പെരുമാറാ. ഇവിടെ എലക്ഷന് നിന്നാ മൂപ്പൻ ജയിക്കൂ. അതിപ്പോ വേണമെന്ന് വെച്ചാ മൂപ്പൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട് മൂപ്പർക്ക്. ഇന്ന് തന്നെ പറയണം, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എത്രയോ പേർക്ക് വീൽ ചെയർ കൊണ്ട കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് പോവാണേ. ഇങ്ങനെ നല്ലൊരു മനുഷ്യൻ കേട്ടോ. ഇങ്ങനത്തെ കൊറേ മനുഷ്യന്മാരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ മനസ്സ് ഞങ്ങളുടെ അടുത്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ, കുഷ്ടായിരിക്കും മനസ്സിൽ, കുഷ്ടം. പിന്നെ ഒരു കുഷ്ടല്ല, നല്ല മനുഷ്യൻ തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കെട്ടി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മനുഷ്യരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇക്ബാലിന്റെ മാരിയോ? അല്ല, നിങ്ങളെ മാരി. ഇക്ബാലിനെ കേട്ടാർന്നില്ല എനിക്ക്. ഇജെന്തിനാ എന്റെ പിന്നാലെ വന്നത്? വർത്താനം പറയണ. സ്കൂളിൽ പോയി വന്ന കുട്ടറ കാര്യമല്ല പറഞ്ഞത്, ഇക്ബാലിന്റെ കാര്യ പറഞ്ഞത്. പിന്നെ പറയാനുള്ള എനിക്ക് പറയണ്ടേ? നിങ്ങൾക്ക് പോവായിരുന്നല്ലോ സ്കൂളിൽ, പോയില്ലല്ലോ. നിങ്ങളെ പോലെ ഇല്ല ഇക്ബാലിക്ക, നല്ല ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ് എന്നാണ് ഞാൻ പറയണത്. പിന്നുണ്ടല്ലക്ക, ഇക്ബാലിക്ക പറയല്ലേ ആ സ്കൂളിലെ കഞ്ഞിപ്പുരന്റെ ആ വാതിൽ കേടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കഴിഞ്ഞ മീറ്റിങ്ങില്? മൂപ്പര് പറയണേ മൂപ്പരെ പൈസ കൊടുത്ത് അങ്ങ് ശരിയാക്കിക്കോളാന്ന്, കുട്ടികളുടെ കാര്യല്ലേന്ന്. ആശാരിപ്പണി ഒന്നല്ല, നല്ല മനസ്സുള്ളോണ്ടാണ്. നിങ്ങൾ എന്നാ എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടോ? ഒന്നും ചെയ്യണില്ലല്ലോ. നല്ല മനസ്സില്ലാന്നേ. ടൈലർ ഷോപ്പ് കൊണ്ട് എന്റെ മനസ്സ് കാണിക്കാൻ പറ്റുമോ? എന്റെ ഇക്ബാലിന്റെ മനസ്സുമാരി എന്തിനാ സകല നാട്ടുകാരെയും പറ്റിച്ചിട്ട് കായ് ഉണ്ടാക്കിണ്ടാവും. ആ കായ് ചെലവാക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ആരെയും പറ്റിച്ചിട്ടൊന്നല്ല, നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെയാണ് കേട്ടാ. നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യമൊന്നും പറയൊന്നും വേണ്ട. സാരി പോയി മാറ്റിയിട്. ഇതന്നെ ഉടുത്ത് വന്നിട്ട് ഇവിടെ എന്നെ കുത്തിയിരിക്കണം എന്താണ്? അത് പോയി മാറ്റിയിട്. സ്കൂളിൽ പോയി വന്നല്ലേ. ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കണേന് എന്താണ്? ഇതന്നെ പറയണം. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാൻ കൊള്ളില്ല. പറയണ കാര്യങ്ങൾ നന്നാവണ്ടേ? ഇല്ലാണ്ട് ആവശ്യമില്ലാത്ത എവിടെ കിടക്കണ ഇക്ബാലിന്റെ കാര്യമാണ് എന്നോട് വന്ന് പറയുന്നത്. നല്ല കാര്യം തന്നെയാ പറഞ്ഞത്. ഇതേതാ ഈ ഹംക്ക് ഇക്ബാല് ഈ അത് ഹംക്കിങ്ങളാണ് ബാക്കിയുള്ളവരുടെ നാണം കിടത്തുന്നത്.